എൻ്റെ ജീവിതമാണ് എന്നെ ഇതൊക്കെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിലുള്ള ഉദ്യോഗത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് കിട്ടിയ ചില സൗഖ്യങ്ങളും സൗമാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പക്ഷേ എൻ്റെ ബാല്യം, എൻ്റെ കൗമാരമൊക്കെ ദുരിതങ്ങൾക്ക് കൊടുത്ത ഏറെ ദുരിതങ്ങളുടെയും ഏറെ കഷ്ടപ്പാടുകളുടെയും ഒക്കെ നിറഞ്ഞ ഒന്നായിരുന്നു. കാരണം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കണ്ടത് ഒളിവിലുള്ള അച്ഛനെയാണ്, അല്ലെങ്കിൽ ജയിലിലുള്ള അച്ഛനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ 2 വർഷത്തോളം ജയിലിലായ അച്ഛൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോൾ അതിനു മുമ്പ് സ്വാതന്ത്ര്യ സമരകാലത്ത് പിടികിട്ടാപ്പുള്ളിയായി നടന്ന് ഒളിവിൽ നടന്നിരുന്ന അച്ഛൻ. ആ അച്ഛൻ്റെ മകനായി ജനിച്ചത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ഒരു എന്നോ വരാനിരിക്കുന്ന ഒരു സാധാരണക്കാരനു വേണ്ടിയുള്ള ഒരു ലോകത്തിനു വേണ്ടിയും പടപൊരുതുന്ന ഒരു മനുഷ്യൻ്റെ പുത്രനായി ജനിക്കാൻ കഴിഞ്ഞത് എനിക്ക് ഏറെ സന്തോഷകരമായ ഒന്നായിരുന്നു. പക്ഷേ അത് എനിക്ക് ചെറുപ്പകാലത്ത് നൽകിയത് വളരെ ദുരിതങ്ങളായിരുന്നു. അച്ഛനെ അന്വേഷിച്ചെത്തുന്ന പോലീസുകാർ, രാവിലെ ഇടിവണ്ടിയുമായി അച്ഛനെ അന്വേഷിച്ചെത്തുന്ന പോലീസുകാർ, വീട്ടിലുണ്ടാക്കിയ ഭക്ഷണപദാർത്ഥങ്ങളെല്ലാം തല്ലി തകർത്ത് അവർ പോകുമ്പോൾ ഒരു അമ്മ വളരെ ദീനമായ കണ്ണുകളോടുകൂടെ എന്നെയും ഏട്ടനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ദീനമായ ആ അമ്മയുടെ കണ്ണുകൾ, ആ കണ്ണുകളാണ് ഇന്ന് എനിക്ക് മുത്തങ്ങയിൽ വളരെ കഷ്ടപ്പെട്ട സ്വന്തം മക്കളെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ദീനരായി നിൽക്കുന്ന അമ്മയുടെ കണ്ണുകളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ആ അമ്മയുടെ അന്നത്തെ കണ്ണുകളായിരുന്നു.